യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറൈറ്റി ബൊഗൈൻവില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ഇരിങ്ങാലക്കുട അടുത്തുള്ള ഔട്ടത്തൂരിലേക്കാണ്. ഇവിടെ ബൊഗൈൻവില്ല മാത്രമല്ല, ബൊഗൈൻവില്ലയും ഓർക്കിഡും തമ്മിൽ സൗന്ദര്യ മത്സരം നടത്തുന്ന ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഗാർഡനിലെത്തിയാൽ നമുക്ക് തോന്നുന്ന ഒരു സംശയം ബൊഗൈൻവില്ലയാണോ സുന്ദരി അതോ ഓർക്കിഡാണോ സുന്ദരി എന്നുള്ളതാണ്. ഈ ഒരു മത്സരം അവിടെ തീർച്ചയായും നടക്കുന്നുണ്ട്. അതിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ബൊഗൈൻവില്ലയാണോ സുന്ദരി അതോ ഓർക്കിഡാണോ സുന്ദരി എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു മത്സരവും ഇതിൻ്റെ കൂടെ നടത്തുന്നുണ്ട്. അതായത് ഇതിൽ ബൊഗൈൻവില്ലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ബൊഗൈൻവില്ലയെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുക, ഓർക്കിഡിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഓർക്കിഡിനെ സംബന്ധിച്ചുള്ള കമൻറ്റുകളും ഇടുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിന് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനവും ഈ വീഡിയോയിൽ എന്താണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും വീഡിയോ കാണുക. ഈ മത്സരം 2025 മെയ് മാസം 1-ാം തീയതി രാത്രി 7 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റിനായിരിക്കും സമ്മാനം. കേരളത്തിൽ മാത്രമേ സമ്മാനം അയച്ചു തരികയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഓർക്കിഡ് നഴ്സറിനെ കുറിച്ചും അതേപോലെ ബൊഗൈൻവില്ല ഗാർഡനെ കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തി തരാമല്ലോ. ഇതില് എത്ര നാളായി ചേച്ചി ഗാർഡനിങ് തുടങ്ങിയിട്ട്? ഗാർഡനിങ് തുടങ്ങിയിട്ട് 30 വർഷമായിട്ടുണ്ട്. ഓർക്കിഡിലേക്ക് വന്നിട്ട് ഒരു 18-19 വർഷമൊക്കെ കഴിഞ്ഞു. ബൊഗൈൻവില്ല ആദ്യം ഉണ്ടായിരുന്നു നാടൻ, ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ. പിന്നീട് അത് കുറെ നാളൊക്കെ കൊണ്ട് നടന്നു നാടൻ വെറൈറ്റി. ഇപ്പോഴാണ് ഹൈബ്രിഡ് ഇനത്തിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. ഞാൻ എൻ്റെ സ്ഥലം തൃശ്ശൂർ. എന്നെ ഒരുപാട് പേര് ഈ ഓർക്കിഡ് ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേര് ആനി സെബാസ്റ്റ്യൻ. എനിക്ക് ഓർക്കിഡ് ഈ വർഷം തൊട്ട് പ്ലസ് വെറൈറ്റി ബൊഗൈൻവില്ലകളുടെയും കൂടി കളക്ഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൊഗൈൻവില്ല വേണ്ടവർക്കും ഓർക്കിഡ് വേണ്ടവർക്കും എന്താ പേര് സിജി നമ്പർ കൊടുക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓർക്കിഡിന്റെ ഓരോ വെറൈറ്റി നോക്കിയാലോ? അത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ആളുകൾ ഇത് കണ്ട് ഇപ്പൊ മടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ വാൻഡ കളക്ഷനാണ്. ഈ ഇരിക്കണത് ഫുള്ള് വാൻഡയാ. ആദ്യം ഈ സ്ഥലത്ത് ഫുള്ള് മൊക്കാറിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനത് വാൻഡ പൊട്ടിയിൽ വെച്ചപ്പോ അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. അപ്പൊ എന്നാ പിന്നെ വാൻഡകളാവട്ടെ കളക്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ് വാൻഡകളാണ്. ആ യെല്ലോ വാൻഡയല്ല, യെല്ലോ മൊക്കാറിയ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഓരോ തരം വാൻഡകളാണ്. പേരുണ്ട്. അതൊക്കെ എനിക്കിപ്പോ പെട്ടെന്ന് മറവിയുണ്ട്. ഇത് മിക്കാസ പിങ്ക്, അത് മിക്കാസ ബ്ലൂ. ഇത് നല്ല ഭംഗിയുള്ള പൂവ്. അത് ജൈറാക്ക് ഓറഞ്ച്. ഇതൊക്കെ എത്ര വർഷം പ്രായമുള്ള ചെടിയായിരിക്കും ഇതൊക്കെ ഏകദേശം? ഇതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലൂമിങ് ആയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവണം. ചിലതൊക്കെ എനിക്ക് ഫ്രഷ് കിട്ടിയതുകൊണ്ട്. ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വരും. അങ്ങനത്തെ ഇതിന്റെ പേര് സൺഷൈൻ, സുസ്മാരൻ സൺഷൈൻ എന്നങ്ങണ്ട. ഈ തൈലൻഡ് പേരൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ുള്ളതായിരുന്നു. ഇപ്പൊ പൂവ് ആടിയിട്ടതിന്റെ ജുവലറാക്ക് എന്ന് പറയാം. ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇത്തിരി കോസ്റ്റ്ലി. ഇതൊക്കെ ഇങ്ങനെ സീസൺ അല്ലല്ല, ഇതിന് സീസൺ ഇല്ല. ഇതൊക്കെ ഒരുവിധം ഫ്രീക്വന്റ് ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്ത പൂവ്. ഇതൊക്കെ ഭയങ്കര എന്തെന്ന് പറയണ്ട ഫാസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. റെഡ് ആൻഡ് പിങ്ക് എന്ന് പറയും. റെഡ് ആൻഡ് പിങ്ക് നല്ല ഭംഗിയുണ്ട്. അതന്നെ. ഇത് വൈറ്റ് ഡയമണ്ട്. ഇത് എനിക്കറിയില്ല ഫ്രീക്വന്റ് ആണോ എന്ന്. കാരണം ഞാൻ അധികം നാളായിട്ടില്ല. നമുക്ക് കയ്യിലിരുന്ന് ഫ്രീക്വന്റ് എനിക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിന്റെ പേര് ഡോണ്ടം കളർഫുൾ എന്തോ ഒരു, നമുക്കത് പറയാൻ തന്നെ കിട്ടില്ല. ഒക്കെ തൈലൻഡ് ഭാഷകളൊക്കെ നമുക്കത് ഭയങ്കര പാടാ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ. ഭംഗിയുണ്ട്, അത്രേ അറിയുള്ളൂ. ഈ റെഡ് ഇത് ഇനി പേരില്ല, ഒരു നമ്പറാണ് അത്. 565 എപ്പോഴും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. അതന്നെ. അതൊക്കെ എപ്പോഴും പൂവുണ്ടായി. അതുപോലെ ഇത് ഓറഞ്ച്, ഇതും ഭംഗിയുണ്ട്. അത് പെഗ്ഗി ഫൂ എന്ന് പറയാം.
ഈ യെല്ലോ ഇതും ഫ്രീക്വന്റ് തന്നെ അത്. അതിനെ പറയുന്നത് കുൽത്താന ഗോൾഡ്. അതിന്റെ മുന്നില് ലിയോപോഡ് കുൽത്താന ഗോൾഡ് അതൊക്കെ ഭയങ്കര പാടത് പറയാനായിട്ട്. പക്ഷെ ഇത് നല്ല ഒരു പൂവില് വേറെ എന്തൊക്കെയോ ഒരു വേന്റെ മൊത്തത്തില് കാണാൻ ഭംഗിയാ. വലിയ പൂവ്, ഭയങ്കര കളർ ഷെയ്ഡുകള്, വളരെയധികം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി വേണ്ട കളക്ഷൻ ഇരിക്കട്ടെ. ഇതാണ് റെഡ് എന്ന് പറയും. റെഡ് ഭയങ്കര കടുത്ത റെഡ്, ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഇത് ഫ്ലവർ വരും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ഇതുണ്ട്, അമിക്കാസ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഫ്രീക്വന്റ് ഓരോ ലീഫിൽ നിന്നും ഫ്ലവർ വരുന്ന ഒരുപാട് വേണ്ടകള് ഇതിലുണ്ട്. അത് 4 ദിവസം കഴിയണം ആ കളറിലേക്ക് വരണം. വിരിയുമ്പം ലൈറ്റ് കളറാണ്, പിന്നെ അത് ഡാർക്ക് ആയിട്ട്, പിന്നെ അത് ഇതായിട്ട് ഇത് തന്നെയാണ് ഈ റെഡ് ആയിട്ട് പിന്നെ റെഡ് ആയിട്ട് മാറണം. ആ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അത് വിരിഞ്ഞൊരു 4 ദിവസം കഴിയണം ആ കളറിലേക്ക്. ഈ ഒരു പൂവൊക്കെ നമുക്ക് വിരിഞ്ഞാൽ എത്ര ദിവസത്തേക്ക്? 2 മാസത്തോളം. 2 മാസത്തോളം നിൽക്കും. പിന്നെ നിക്കണേന്റെ ദിവസം എന്ന് പറയുന്നത് ചെടി എത്ര ഹെൽത്തി ആവണോ, ചെടിയിൽ എത്ര റൂട്ട്സ് ഉണ്ട്, അത് ഹെൽത്തി ആണോ, അതിനനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഒരുപാട് ഫെർട്ടിലൈസർ ഒക്കെ അതുമ്പോ കൊണ്ടടിച്ചാൽ പെട്ടെന്ന് വാടി, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയാല് അത് നിക്കണ സ്ഥലത്തിന്റെ നമ്മൾ കെയർ ചെയ്യണതിന്റെ അനുസരിച്ചിരിക്കും അതിന്റെ ഇത്. അങ്ങനെയൊക്കെ നോക്കിയാൽ 2 മാസം ഒരു കൊല പൂവ്. ഇത് ചായോപ്രായ വൈറ്റ് എന്തോ ആണ്, എനിക്ക് മനസ്സിലായിട്ടില്ല. ചെറിയ വയലറ്റ് ഡോട്ട് ഉണ്ട്. അതാണ് അതിന്റെ ആ ഭംഗി വരുന്നത്. ഒരു പ്രാവിന്റെ ഷേപ്പ് പോലെ ഭയങ്കര ഭംഗിയത്. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. മൊക്കാർ അതൊക്കെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് സെയിലിനുണ്ട്, അധികമൊന്നുമില്ല. സ്റ്റോക്കൊക്കെ നമുക്ക് എങ്ങനെയാ ഇവിടെ വന്ന് വാങ്ങലാണോ അതോ ഓൺലൈൻ സെയിൽ? ഓൺലൈൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഓൺലൈൻ ചെയ്യുന്നതിലും ഇഷ്ടം ഓരോ കസ്റ്റമർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യം. പിന്നെ കൊറിയറിൽ അവർ കളക്ട് ചെയ്യാൻ താമസിച്ചാൽ അവരുടെ മനസ്സിലുള്ളതാവില്ല ചിലപ്പോ ഞാൻ അപ്പൊ അയക്കലയക്കും, അയക്കാതിരിക്കണില്ല. പക്ഷെ കൂടുതൽ താല്പര്യം ഇവിടെ വന്ന് കണ്ട് പ്ലാന്റ് കണ്ട് ബോധിച്ചിട്ട് എടുക്കണതാണ്. ഈ മഞ്ഞ ഇത് മൊക്കാറ തന്നെയാ, ജെൻഡാന എന്നാ കണ്ട പറയാ. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഇത് വേറൊരു പൂവാണല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അത് ഈ തെങ്ങിന്റെ പൂക്കളെ പോലെ ലിറ്റിൽ ഫ്രാഗ്രന്റ് എന്ന് പറയുന്നത്. അത് അതെ, വേറെ കളർ നമുക്ക് വരണുണ്ടോ? ഇതിന്റെ വേറെ കളറിലില്ല, ഈ യെല്ലോ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. തെങ്ങിൻ കൊല പോലെ തെങ്ങിന്റെ പൂക്കൾ ചെറുതായി അങ്ങനെ വരും. ഇത് അടിപൊളിയായിട്ട്. ഈ മഞ്ഞയാ, അപ്പുറത്തുള്ള മഞ്ഞ, അത് ആ കുഞ്ഞു മഞ്ഞ. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഓറഞ്ചോ? ഇത് സുകുമാരൻ എന്ന് പറയും. സുകുമാരൻ എന്നാ തോന്നുന്നുണ്ട്. ഒക്കെ തായ്ലൻഡിൽ നിന്ന് വന്ന നെയിംസാ, എനിക്കറിയില്ല അത് കറക്റ്റ്. ഇതാണ് ഞാൻ ലിറ്റിൽ ഫ്രാഗ്രന്റ്. വൈറ്റ് ഗ്രീൻ എന്ന് പറയും. ടെറൈറ്റ് വേണ്ടയില് വൈറ്റ് ഗ്രീൻ. പൂ കഴിഞ്ഞു, 3 മാസം കണ്ടായി അത് വിരിഞ്ഞു നിൽക്കണം. ലാസ്റ്റ് സ്റ്റേജ് ആയി അത്. 3 മാസം. രണ്ടും അതന്നെ. റെഡ് ഒരു ആസ്കോസെന്റം ഫാമിലിയാ. ഭയങ്കര ഭംഗി അതിന്റെ ഉണ്ടാവണ, അതിന്റെ ബഞ്ചസ് നിക്കണാണ്. ഇത് അപ്പുറത്തിരിക്കുന്ന ഇത് ഒരേ ഇത് തന്നെയാണോ? അല്ലല്ല, ഇത് ഡോക്ടർ അനക്ക് ഓറഞ്ച് എന്ന് പറയും. ഡോക്ടർ അനക്ക് ഓറഞ്ച് അല്ല, ഇത് ഡോക്ടർ അനക്ക് ബ്രൗൺ. എനിക്കിപ്പോ എന്തോ പ്രായത്തിന്റെ ഒക്കെ അറിയില്ല, മറവി വരുന്നുണ്ട്. എപ്പോഴും പറഞ്ഞിരുന്നതായാലും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും. ഈ മഞ്ഞ ഇത് ജിൻഡാന മൊക്കാറ, ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. അത് വയലറ്റ് ഓർമ്മ. അത് ടെറൈറ്റ് വേണ്ട. ടെറൈറ്റ് വേണ്ടയില് ലൈറ്റ് വയലറ്റ്, അതൊക്കെ പല പേര് അവര് ഒക്കെ പറയും. നമ്മള് എന്താ പറയാ. ഇതിന് പിന്നെ ഈ നനയൊക്കെ എങ്ങനെയാ വരണത്? നന ഇപ്പൊ എല്ലാം നന കഴിഞ്ഞു. നന ഞാനൊരു 3:30 ഇറങ്ങും. 3:30 ഇറങ്ങിയാലാണ് 7:30 ആകുമ്പോഴേക്കും നന കഴിയും. എല്ലാത്തിനും ദിവസവും നനയ്ക്കണം അല്ലേ? എല്ലാം നന്നായിട്ട്. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, നന്നായിട്ട് നനയ്ക്കും. അല്ലെങ്കിൽ വാടി പോകൂലേ? വാടല്ല, ചെടിക്കൊക്കെ ക്ഷീണം പറ്റില്ലേ. ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കാതിരുന്ന അത്രയും ക്ഷീണം ഉണ്ടാവും. വളപ്രയോഗം ഞാൻ ആഴ്ചയിൽ 3 വളെങ്കിലും കൊടുക്കും. ഓർഗാനിക്കും കൊടുക്കും, NPK കൊടുക്കും. പിന്നെ വരുന്നത് ഫംഗസ് ആണ് പ്രശ്നം വരുന്നത്. 15 ദിവസം കൂടുമ്പോ ഫംഗിസൈഡ് അടിക്കും. അത് നിർബന്ധമായിട്ടും അടിച്ചിരിക്കണം.
മഴയായാലും വെയിലായാലും ആയാലും ഈ ഫംഗസ് വന്ന് പെട്ടിട്ടല്ല അടിക്കണ്ടേ, വരാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഈ 15 ദിവസം ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ ഇനിയിപ്പോ രോഗം വന്ന് കണ്ടിട്ട് അടിക്കല്ല ചെയ്യുന്നത്. അതൊരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 7-8 വർഷമൊക്കെ ഇത് കട്ട് ചെയ്തില്ല, അത് അവൻ അങ്ങനെ അങ്ങോട്ട് നിർത്തി. അത് മൊക്കാറയാ, മൊക്കാറയില് പിങ്ക്. ഇപ്പുറത്തെ ടെറൈറ്റി ആട്ടാ, അത് ടെറൈറ്റി. അതൊക്കെ വലിയ പൂവാണ്, വലിയ പൂ. 7-8 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെമ്പരത്തി പൂവിന്റെ എത്ര ഉണ്ട്? അതുണ്ട്. ഇതിനെ ബുഹൂനിയ എന്ന് പറയും, ബാഹുനിയ എന്ന് പറയും. കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും സംഭവം കൊള്ളാം. ക്രീപ്പറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വർഷത്തില് 2 മാസം കാണാൻ ഇത് ഫ്ലവർ ഇല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഇത് ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. നിറച്ച് ഇതുപോലെ ഇതായിട്ട് വരും. സൂര്യപ്രകാശം കൂടെ വരുമ്പോഴത്തേക്കും നല്ല വെയിൽ വേണം. ഇതിനാവശ്യം ബോഗൻവില്ലയുടെ പോലെയാ, നല്ല നേരിട്ടുള്ള സൺലൈറ്റ്. 2 മാസം ഒഴികെ എല്ലാ സമയവും ഏറെക്കുറെ ഉണ്ട്. മഴക്കാലത്ത് പിന്നെ ഇത്തിരി ഭംഗി കുറയും, ഫുൾ മഴ പെയ്യും, ഡാമേജ് ആവും. എന്നാലും പൂക്കൾ വരാറുണ്ട്. അടുത്ത വർഷം അപ്പുറത്തേക്ക് എത്തും. അവനാക്കി കൊണ്ടുവരാണ്. അവൻ അവിടെ തന്നെ നിർത്തിയായിരുന്ന ഞാൻ അതിൽ തന്നെ. പിന്നെ എനിക്ക് തോന്നി ആർച്ചമുക്കി പോയിക്കോട്ടെ. അത് ഹസ്ബൻഡിന്റെ പ്ലാനാണ് ആർച്ചമുക്കി കയറ്റിയത്, എന്റെ പ്ലാൻ അല്ല. ഹസ്ബൻഡാണ് അതിന്റെ മെയിൻ്റെനൻസും എല്ലാം ആളാണ് അത് ചെയ്യുക. ആളുടെ നിർബന്ധത്തിനാണ് അത് ആർച്ചമുക്കി വെച്ചത്. ഇപ്പൊ അത് എനിക്കും അത് ഭയങ്കര ഇഷ്ടമായി. അതെ, അതല്ല ഒരു പൂങ്കൊല 2 മാസം നിൽക്കും. കനകാംബരത്തിന്റെ ഒരു കളർ, പിന്നെ ഒരു മഞ്ഞ, മാമ്പഴം പഴുത്തൊരു മഞ്ഞ വരും, ഓറഞ്ച് വരും. പിന്നെ അതിലൊരു ചെറിയ ഒരു കാ പോലെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കമ്പ് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അതെല്ലേ, നമുക്ക് തൈ ഉണ്ടോ ഇവിടെ കൊടുക്കാൻ? ഇല്ല, അത് അങ്ങനെ പിടിച്ചു കിട്ടണില്ല. അതിൽ എനിക്ക് തോന്നുന്നത് ഇത് അധികം പിടിപ്പിക്കുന്നത് ലെയറിങ് വഴിയാ. അതെല്ലേ, ടെക്കോമ. ഇതും കുറെ നാള് പൂണ്ടാവും. ഇതും സീസൺ ഒന്നുമില്ല, എപ്പോഴും ഫ്ലവർ. ഡാൻഡ്രോബിയൻ സെക്ഷനാണ്. ഇതിപ്പോ ഇത്തിരി മോശമായിട്ട് ഇരിക്കണം. ഒക്കെ റീപ്ലാന്റ് ചെയ്തു ഞാൻ. പഴയ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് പുതിയതാക്കി. അപ്പൊ ഒരിത്തിരി പണ്ടത്തെ പോലെ അങ്ങോട്ട് ആക്കല്ല, പക്ഷെ ഇപ്പൊ നല്ല ഷൂട്ടുകളൊക്കെ വന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കരുത്തായി വരുന്നു. നല്ല നല്ല കണ്ടാവും, നല്ല ഹെൽത്തി ഷൂട്ടൊക്കെ ഇതൊക്കെ കണ്ട. അങ്ങനെ ഇപ്പൊ വരുന്ന ഷൂട്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് റീപ്ലാന്റ് ചെയ്ത് വേരൊക്കെ ഒന്ന് റെഡിയായി പുതിയത് വന്നപ്പോ അവൻ നല്ല ഗ്രോത്തിൽ വരും. ഒരു 4-5 മാസം കൊണ്ട് നല്ല പ്ലാന്റുകളായി മാറും. അത് പിന്നെ ഫുള്ള് കരിയില ഞാൻ വെക്കണേ, ചകിരി ഒട്ടും തൊടിയിക്കണില്ല. കരിയില് ആയാലും എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. കരി മാത്രം വെക്കുമ്പോ ചകിരിയിൽ വെക്കുന്ന അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടില്ല. പക്ഷെ കരിയിൽ പിടിച്ചു കിട്ടിയ അവൻ ഏത് മഴയത്തും അതിജീവിക്കും. മഴക്കാലത്ത് നമുക്ക് പേടിക്കണ്ട, ചീഞ്ഞു പോവും, അല്ലെങ്കിൽ ഫംഗല് കടക്ക വരും, ചീഞ്ഞളിഞ്ഞിട്ട്. അതൊന്നും കരിയിൽ വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആയിരിക്കും. ചകിരിയില് ഫാസ്റ്റ് ഗ്രോത്തിങ്. പക്ഷെ പിടിച്ചു കിട്ടിയാ പിന്നെ അവൻ എത്ര കാലം ഒരു പോട്ടിരുന്നാലും അതിന് കേടുവരും. ഇത് വെറൈറ്റി ആണോ? അതൊക്കെ ഓരോ വെറൈറ്റി. സ്റ്റാർ 46 കളർ, 2 കളറൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമുക്കിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓർക്കിഡ് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടാവും? ഓർക്കിഡ് ഒക്കെ ഒരു 10-500 വെറൈറ്റി അധികം ഉണ്ടാവുള്ളൂ. അതല്ലേ, അതിന്റെ എല്ലാം തൈയുണ്ട്. തൈയില്ല ഇവിടെ, ഒക്കെ ഇതുപോലെ തൈ വിൽപ്പന ഇല്ല. എല്ലാം മെച്ചേർഡ് പ്ലാന്റ്, ഫ്ലവറിങ് ആയതാണ്. ഇപ്പൊ ഞാൻ ഡാൻഡ്രോബി അങ്ങോട്ട് അത്രയും ഇങ്ങോട്ട് ഒന്ന് സ്റ്റഡി ആവട്ടെ എന്ന് വെച്ചിട്ടാ. ഇപ്പൊ ഇതിന്റെ സെയില് കുറച്ച് നാളത്തേക്ക് ഇത് ആകാൻ വേണ്ടി നിർത്തിയിരിക്കുക. സെയിൽ അത്യാവശ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കും. പക്ഷെ ഒന്ന് കാണുമ്പോ മോശമായിട്ടല്ല നിൽക്കും. എനിക്ക് കൊടുക്കണമെങ്കിൽ നല്ലത് കൊടുക്കണം. അവനൊരു 4-5 മാസം അപ്പോഴേക്കും ഇത് വിരിയാനുള്ള. ഇത് ഏത് കളറായിട്ടായിരിക്കും വരിക? അതൊരു ടിസ്റ്റാണ്, പേരെന്താ, ടിസ്റ്റിന് ടിസ്റ്റ് ഉള്ളു. അല്ല, അതിൽ പിന്നെ വേറെ പേരില്ല. വേറെ പേരില്ല.
ഇതും ഒരു കുറേ വർഷം എത്തിയ ഒരു കട. അതെ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ. ആ ഇത് അടിപൊളിയാ. വൈറ്റ് പോട്ടും കൂടെ വന്നപ്പോഴത്തേനും ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ ആ ഭംഗി അടിപൊളിയാ. പൂവും ചെറിയ ചെറിയ ഒരുപാട് പൂക്കളാണ്. ഇത് ഒരിക്കൽ നിറയായിരുന്നു, 12 കൊല പൂവൻ കണ്ടായിരുന്നു. ഇപ്പൊ അത്ര അധികം നീളത്തിൽ വന്നിട്ടില്ല. ആദ്യം വന്നതൊക്കെ വലിയ വലിയ കൊലകളായിരുന്നു. ഇതൊരു എത്ര വർഷം പഴക്കം ഉണ്ടാവും നമുക്ക്? ഇതൊരു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതെ അല്ലേ. ഇതിന് ഭംഗി കൂടുതൽ വരുന്നത് ആ പോട്ടും കൂടെ വരുമ്പോൾ വൈറ്റ് പോട്ടിൽ. അത് ഞാൻ അങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. അതൊക്കെ ടിസ്റ്റുകളാ. അതെല്ലേ. പേരൊക്കെ ടിസ്റ്റുകളാ. അതെല്ലേ. പേരൊക്കെ ഇപ്പം മറന്നു. റയാബിളും അല്ലല്ലോ, മറന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് മെമ്മറി അങ്ങോട്ട് ഇതാവണില്ല. ഇതൊക്കെയാ അതൊന്നും പേര് ഇപ്പം കിട്ടണില്ല. പേരൊക്കെ റെഡ് ഹോൺ കണ്ടാൻ തോന്നുന്നുണ്ട്. അതെല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് അങ്ങനത്തെ പേരുകളുമാണല്ലോ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ. അതെ. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട്. അതെ അതെ. ഇത് ഫുള്ള് ടിസ്റ്റ് മാൻഡിലോപ്പിന്റെ മേരിയ. ടിസ്റ്റുകൾ മാൻഡിലോപ്പും. അതെല്ലേ. പിന്നെ ഇത്തിരി ഹൈറ്റിൽ വരുന്നതാണ് ആന്റിലോപ്പൊക്കെ. ടിസ്റ്റുകളൊക്കെ ഇത്തിരി ഹൈറ്റിൽ വരും. അപ്പൊ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആന്റിലോപ്പാ കണ്ട. ഇതിനൊരു ചുരുൾ മാന്റെ കൊമ്പ് പോലെ. ഇത് പുഴുവിന്റെ പോലെ ചുരുണ്ട് ചുരുണ്ട്. ഓരോ പാനീന്ന കണ്ടായിട്ട് പേര്. പാനിയല്ലോ. ദൈവം എന്തെല്ലാം രീതിയിലാണ് ഓരോന്നിനെ സൃഷ്ടിക്കുന്നത്. അടിപൊളി. ഇത് എന്റെ ബോഗിൻവില്ല സെക്ഷനാണ്. ഇത് വേറൊരു സെക്ഷൻ. അതിന് ഈ ഫ്രണ്ടില് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, അഞ്ചേച്ചി ഇത് എന്തെങ്കിലും ബോഗിൻവില്ല വെക്കി. ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ബോഗിൻവില്ല. വെറൈറ്റീസ് എല്ലാം ഇപ്പൊ കംപ്ലീറ്റ് വെറൈറ്റീസ്. ട്രെൻഡ്. ആദ്യം ഒന്നിന്റെ പേര് പോലും അറിയില്ല. ഇത് മാജിക് ലവ്. മാജിക് ലവ് അല്ലേ. ഇത് സുവർണ. ഇത് ഫോക്സ് ടെയിൽ. ഇത് സുവർണ അല്ലേ. സുവർണയും ഫോക്സ് ടെയിലും ഏറെക്കുറെ സെയിം പോലെ. പക്ഷേ മഞ്ഞ കളർ കൂടുതൽ സുവർണയ്ക്കാണ്. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം ഫോക്സ് ടെയിലാണ്. ഫോക്സ് ടെയിൽ യെല്ലോ ആണോ വൈറ്റ് ആണോ? ഇത് യെല്ലോ വൈറ്റും മിക്സ്. അത് അതെ. ഫോക്സ് ടെയിൽ അടിപൊളി. ആ വെയിലും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഒരു രാവിലേക്ക് എണിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞ് പെയ്യുമോണം തോന്നുന്നു കാണുമ്പോ. നല്ല വൈബ്രന്റ് കളർ. അതന്നെ. ഫോക്സ് ടെയിൽ അല്ലേ. ഫോക്സ് ടെയിൽ. ഇത് ഫുള്ള് അടർന്ന. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്നറിയോ? ഫോക്സ് ടെയിൽ. അതെല്ലേ. എനിക്കിഷ്ടം തോന്നുന്നു. കളർ ചേഞ്ച് വരുമല്ലോ. അതിന്റെ പൂ കഴിയാറായി. പൂ കഴിഞ്ഞൊടുങ്ങി. ആദ്യം വിരിയുമ്പോ അടർന്ന മഞ്ഞയല്ലേ? അതോ ആദ്യം വിരിയുമ്പോ ഇങ്ങനെ ഇത്രയും ഡാർക്കിൽ വന്നിട്ടാണ് പിന്നെ മഞ്ഞയായിട്ട് പോണേ? ആദ്യം വിരിയുമ്പോൾ ഇത് പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചോ എങ്ങനെയോ പല. അത് തീരാറായ സ്റ്റേജ്. നല്ല ഡാർക്ക് പോകാറാകുമ്പോഴത്തേനും കുറച്ചൊന്നും മങ്ങും. ഇതെല്ലാം അടർന്ന അല്ലേ. ഇത് മഹാറാണി. ഇത് മഹാറാണി. മഹാറാണിക്ക് 2 കളറാണ്. 2 കളർ കായ് വരണുള്ളൂ പൂക്കള്. ഇത് ചെറിയ പൂവിൽ തന്നെ 2 ഷെയ്ഡ്. 2 ഷെയ്ഡില് തുമ്പത്തൊരു പീച്ച് വരുന്നുണ്ട്. ഇത് സ്പ്ലാഷ് അല്ലേ. വെരിഗേറ്റഡ് തിമ റെഡ് എന്നാ കണ്ട പറയണേ. സ്പ്ലാഷ് അല്ല, തിമ റെഡ് എന്നാ പറയുന്നത്. തിമയുടെ തന്നെ 2 കളർ ഡബിൾ കളറാണ് ഇതിലെ. തിമ റെഡ്. ഇത് റെഡ്. അതിനെ തിമ റെഡ് എന്നാ പറയണേ. ഇത് തിമ ഡബിൾ കളർ. ഇത് ഡബിൾ കളർ. ഇത് ഗോൾഡന്റെ ചിത്രയുടെ ഒക്കെ ഒരു വകഭേദങ്ങളാണ് ഇതൊക്കെ. അതല്ലേ. ഇത് അടുത്തിരിക്കുന്നത് ഇതോ? ഇത് ഏതാന്ന് എനിക്കിപ്പോ പിടുത്തം കിട്ടണ്ടേ. എന്തോ ഒരു വെറൈറ്റി ആണ് അത്, മനസ്സിലായിട്ടില്ല. ഇത് ഫയറോപ്പാല്. അത് ഫയറോപ്പാല്. ഫയറോപ്പാല് പിന്നെ എപ്പോഴും ആ ഒരു എടുപ്പുണ്ട്. ഒക്കെ ഇവിടെ ചില്ലി റെഡ് പറഞ്ഞു, പേരുകൾ മറന്നു പോകുന്നു. ഇത് ബ്ലൂബെറി ഐസ്. പൂക്ക് ബിദാതി. അതൊരു സ്പെഷ്യൽ ടൈപ്പ്. സ്പെഷ്യൽ ഭയങ്കര ഭംഗി. അത് നിറയെ അതൊക്കെ സെയില് കഴിഞ്ഞു എന്റെ. ഇത് ഹാങ്ങിങ് ബോട്ടിലും പറ്റും. ഹാങ്ങിങ്ങും പറ്റും. ഇത് ട്രൈ കളറാന്ന് തോന്നുന്നു. അല്ല, ട്രൈ കളർ അല്ല,
ഇത് സുൽഫി ഇന്ത്യാന, ഗോൾഡൻ റാവു. ഗോൾഡൻ റാവു. അത് 3 അതന്നെ കേട്ടാ. അതെല്ലേ. ഗോൾഡൻ ഇതൊക്കെ നല്ല അടിപൊളി കളറല്ലേ. ആ കളറാ ഗോൾഡൻ റാവു. നല്ല തിക്ക് ഫ്ലവറും ഉണ്ട് ഗോൾഡൻ റാവിന്. അതിന്റെ ഒരു എന്തോ ഒരു വകഭേദമാണ്. അടർണയിൽ പെടുന്നത് തന്നെയാണ്. ചെറിയൊരു പിങ്ക് കളർ ഉണ്ടല്ലോ അത് ഇങ്ങനെ പൂവ് വിരിഞ്ഞു വരുമ്പോ അങ്ങനെ ആവുന്നുണ്ട്. സാധാരണ യെല്ലോ അല്ല അത്. ഇതും പൂവ് കഴിഞ്ഞു തുടങ്ങി. വയലറ്റ് സെപ്റ്റംബർ. ഇതും നല്ല അടിപൊളി ചെറിയ പൂവ് അല്ലേ. ചെറിയ പൂവ്. നല്ല ഭംഗിയാണ്. ഇത് തീമ തന്നെ. ഇത് ഒരു കോമൺ വെറൈറ്റി. ഇത് ബ്രിസ പീച്ച്. പിങ്ക്. പീച്ചല്ല പിങ്ക്. പിങ്ക് അല്ലേ. ബ്രിസ പിങ്ക് അല്ലേ. ബ്രിസ പിങ്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ബ്രിസ പിങ്ക്, പീച്ചല്ല. ഇത് യെല്ലോ മൊണാലിസ. അതായി പൂവ് യെല്ലോ മൊണാലിസ അല്ലേ. യെല്ലോ മൊണാലിസ. പിന്നെ ചിത്രയിൽ തന്നെ ഒരുപാട് ഗോൾഡൻ സൺഷൈൻ എന്നും പറയുന്നുണ്ട്, ചിത്ര ഫാമിലി എന്നും പറയുന്നുണ്ട്. അതിനെ അതിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. ഇത് 3 സ്റ്റാർ എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ പേരിടുന്നുണ്ട്. നമുക്ക് ഇനി കറക്റ്റ് വലിയ ഗന്ധമില്ല. എന്നാലും ഇപ്പൊ ഒരുവിധമൊക്കെ ആദ്യമൊന്നും പഠിച്ചിരുന്നില്ല. ഇപ്പൊ ഒരുവിധം പഠിച്ചു ഞാൻ. ഇത് മഹാറാണി. ആ പെട്ടെന്ന് മനസ്സിലായില്ലോ. ഇതൊക്കെ ഫ്ലെയിം റെഡ് എല്ലാവർക്കും സുപരിചിതം. ഫയറോപ്പാലൊക്കെ അല്ല. ഇത് ചില്ലിയല്ലോ. ഇത് കവർ ചെയ്തു. ഇത് നമ്മുടെ ടാങ്ലോൺ പീച്ച്. അപ്പുറത്തത് റെഡ്, ഇത് പീച്ച്. ഇത് റെഡ് ആപ്പിളാ. പൂവില്ല ഇപ്പൊ, വിരിഞ്ഞു വരണുള്ളൂ. റെഡ് ആപ്പിൾ അല്ലേ. റെഡ് ആപ്പിൾ. അതിന്റെ ലീഫ് കണ്ട. ഉള്ളില് യെല്ലോ അല്ലേ. സൈഡില് മൊത്തം പിങ്ക്. ഇതും വെരിഗേറ്റഡ് ആണല്ലോ ലീഫ്. ഇതും ഒരു നല്ല കളറാ. ഇതിന്റെ പൂക്കള് കണ്ട. ഇതിന്റെ പേര് മറന്നു. നല്ല ഭംഗിയുള്ള പൂവാ കണ്ട. ഇതും പല കളറുകൾ. ഒരു പ്രത്യേകതയുണ്ട്. ഇതും അടിപൊളിയാ. ഇത് ചില്ലി ഐസ്ക്രീം അല്ലേ. അത് ചില്ലി ഐസ്ക്രീം. എണ്ണയിൽ നല്ലോണം തനിക്കറിയാലോ. ഞാൻ ഇപ്പൊ പോയി അവിടെ ഇവിടെ പഠിച്ചു. ഈ സിംഗപ്പൂർ പ്രിന്റ് നല്ല ഭംഗി. ഞാൻ ഇവനെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്ക. ഒന്നാമത്തെ ലീല നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനെയൊക്കെ ഒന്ന് ഇങ്ങനെ ഇത്ര ഹൈ നിറച്ചു പോവുണ്ടല്ലേ. അവനൊക്കെ ഇറക്കി വെച്ചപ്പോ ഒരു ക്ഷീണുണ്ട്. ഞാൻ അതുണ്ട്. മഹാറാണി അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഉണ്ട്. മഹാറാണിയും അടർനയൊക്കെ പൂവൊന്ന് ചെടിയൊന്ന് വലുതാവണം. അതിന്റെ കറക്റ്റ് ഭംഗി കാണണം. ഇത് ടാങ്ലോൺ ആണല്ലോ. ടാങ്ലോൺ വൈലറ്റ്. 3 ടാങ്ലോൺ ഉണ്ടല്ലേ ഇവിടെ. റെഡ്, പിന്നെ പിങ്ക്, വയലറ്റ്. ഇനി യെല്ലോ ആണുള്ളത്. യെല്ലോ കിട്ടിയിട്ടില്ല എനിക്ക്. യെല്ലോ ഞാൻ എവിടെയോ കണ്ട്. യെല്ലോ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനായിട്ട് ഒരുങ്ങി ഇങ്ങനെ പോവും. അത് കോഫി അല്ലേ. കോഫി. ഇത് 3 സ്റ്റാർ. ഇതിലേക്ക് പടർത്തി ഓരോ ഷേപ്പ് ആക്കാനായിട്ട്. അതില് 3 കളർ ഉണ്ട്. ചില്ലി ഫൈറോപ്പാലുണ്ട്, റൂബി റെഡ് ഉണ്ട്, ചില്ലി ഐസ്ക്രീം ഉണ്ട്. അത് 3 അതിൽ കയറ്റാൻ. 3 ഇതിൽ കയറ്റാൻ അത് സമയം എടുക്കും. ഇപ്പൊ അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നു. പെട്ടെന്ന് ചിലപ്പോൾ കയറി വരും. അതെ, ഇതിലും ഉണ്ട് അങ്ങനെ. ഇതുമ്പോ നിറച്ചുണ്ടായിരുന്നോ. ഇതിപ്പോ കൊഴിഞ്ഞിരിക്ക. ഇത് അടർന്നയാ. പക്ഷെ ഡാർക്ക് കളറാണ്. ഡാർക്ക്. ഇതേ കണ്ട. ചേച്ചി തിരക്കേറിയ സമയത്തും യാത്രാ ചാനലിന് വേണ്ടി ഇത്രയും വിവരങ്ങൾ പങ്കുവെക്കാൻ സമയം കണ്ടെത്തിയതിന് ചേച്ചിക്ക് ഒരുപാട് നന്ദി. ചേച്ചിയുടെ ഈ നഴ്സറിക്ക് എല്ലാവിധ ഭാഗങ്ങളും യാത്രാ ചാനലിന്. ഈ കാണുന്ന ഫയറോപ്പാൽ ചെടിയാണ് നമ്മുടെ മത്സരത്തിനുള്ള സമ്മാനമായിട്ട് അയച്ചു തരുന്നത്. കേരളത്തിലെവിടേക്കും നമ്മൾ ഇത് അയച്ചു തരുന്നതാണ്. ഇത് ഫയറോപ്പാലിൻ്റെ ഒരു ചെടിയാണ്.